ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സാണ് തരുന്നത്. നമ്മുടെ ശാരീരികവും മാനസികമായ ഉയർച്ചയ്ക്കും ശക്തിക്കും വേണ്ടി ചെയ്യേണ്ട ചില എക്സസൈസുകളാണ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഡയബറ്റിക് വന്നിട്ട് 34ാമത്തെ വർഷം, 34 years, long 34 years. അതിനിടയ്ക്ക് ടാബ്ലറ്റ് കഴിച്ചു, മറ്റേ ഒക്കെ കഴിച്ചു വന്നാൽ അന്ന് ഡോക്ടർമാർ നടക്കണം, എക്സസൈസ് ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചെയ്യുമായിരുന്നു ചെറിയ തോതിൽ. എന്നാലും എൻ്റെ ഗുളികയുടെ അളവൊക്കെ മാറി വന്നു, ഇൻസുലിൻ വരെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എക്സസൈസ് മാത്രമേ മോർണിംഗ് വാക്ക് മാത്രം പോലെ ശരി എക്സസൈസും വേണമെന്ന് തോന്നുന്നത്. അങ്ങനെ വേണം നമ്മൾ റിസർച്ച് നടത്തി പഠിക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അപ്പം നമ്മൾ പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കി. ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 82 to 90 ആണ് ഫാസ്റ്റിംഗ് വരുന്നത്. 120, 24, 26 ആണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞുള്ള ഡയബറ്റിക്കിന് സ്ഥിതി. ക്രിയാറ്റിനൊക്കെ 1.5, 1.4 ഒക്കെ ആയതാണ്. ഇപ്പോൾ അത് 1.2 വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നല്ലതായിട്ട്. ഇപ്പം നിങ്ങൾ പണം മുടക്കുന്ന കാര്യമൊന്നുമില്ല, എനിക്കെന്തെങ്കിലും പണം കിട്ടുന്ന കാര്യമല്ല. ഇത് ഫേസ്ബുക്കിലാണ് കൂടുതലും വരുന്നത്. പിന്നെ യൂട്യൂബ് ചാനലിലും വരുന്നുണ്ട്. കാര്യമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ക്ലാസ് മാത്രമേ നമ്മുടെ ചാനലിൽ വരത്തുള്ളൂ. നെഗറ്റീവ് തോട്ട്സ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ എനിക്കത് ഇഷ്ടവുമല്ല. ഐ എം എ പോസിറ്റീവ് മാൻ, ഐ എം ഓൾവേസ് തിങ്കിങ് സോ. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വെച്ചാൽ ഭക്ഷണം നിയന്ത്രിക്കണം. അതുപോലെ ഇപ്പം മദ്യപാനം, പുകവലി, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതല്ല, ഉപേക്ഷിക്കണം. അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ഇതൊരു പ്രാധാന്യം ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ടൈം എടുക്കും. ഇപ്പം ടൈം എടുത്ത് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. വളരെ ചുരുക്കി പറയാം. ഓക്കെ. ടൈം കുറവ്, ഒത്തിരി കാര്യം ചെയ്യാം. നമ്മൾ എക്സസൈസ് മോർണിംഗ് വാക്ക് ഒരു 45 to 50 മിനിറ്റ്സ് നല്ലതാണ്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഒരു 28 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ മതിയെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. പക്ഷെ ഞാൻ 45 മിനിറ്റ്സ് നടക്കും. ഓക്കെ. പിന്നെ എക്സസൈസ് ചെയ്യും. അതൊന്ന്. രണ്ട്, എൻ്റെ ഫുഡ് ഹാബിറ്റൊക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കാർബോഹൈഡ്രേറ്റ്സ് വല്ലപ്പോഴും ഒരു ഫങ്ഷന് മുമ്പും ഒരു ദോശയോ ഒരു അപ്പോ തിന്നുന്നതല്ല, സ്ഥിരമായി കഴിക്കാറില്ല. പിന്നെ ചോറാണെങ്കിലും അധികം കഴിക്കാറില്ല. എൻ്റെ ഡയറ്റ് പറയാം. അത് നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിക്കാമെന്നാണ് ചോദിക്കുക, അല്ലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ഓക്കെ. ഞാൻ രാവിലെ 2 ചപ്പാത്തി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു കട്ടൻ ചായ, ചൂടുവെള്ളം 2 ഗ്ലാസ് കുടിക്കും. ഒരല്പം നെയ്യ് ചേർത്താണ് കുടിക്കുന്നത്. അത് ഈ മലബന്ധമൊക്കെ പോകാൻ വേണ്ടി ശരീരത്തിനൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ടുണ്ട് കഴിക്കുന്നത്. അല്പം 2-3 തുള്ളി നെയ്യ് ഒഴിച്ചിട്ട് ആ ചൂടുവെള്ളം കുടിക്കുന്നത്. അതിനുശേഷം പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം ഒരു 5 മണിയോടുകൂടി പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. എല്ലാവർക്കും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പ്രാർത്ഥിക്കും. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിരിക്കും. ഞാനങ്ങനെ ചെയ്യും. 6 മണി വരെ, 6 o'clock. അത് കഴിഞ്ഞാൽ മോർണിംഗ് വാക്കിന് പോകുന്നത്. മോർണിംഗ് വാക്കിന് പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് നിൽക്കാറില്ല. ഫ്രണ്ട്സിനെ കണ്ടാൽ ഗുഡ് മോർണിംഗ് പറയുന്നത്, ദാറ്റ്സ് ഓൾ. കഴിഞ്ഞ് പോവുക. തുടർന്ന് നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന എക്സസൈസ് എല്ലാം പെട്ടെന്നുകൂടെ പറയാനാണ്. ആദ്യം ചെയ്യുന്നത് പറയാൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. 1, 2, 3 അങ്ങനെ 15 ടൈംസ് ചെയ്യും. അതിനുശേഷം ഈ കഴുത്തിന് പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ, ഈ നമ്മൾ ചെറിയ കൂരൊക്കെ വരാൻ തുടങ്ങിയൊക്കെ ആണെങ്കിൽ ബോഡിയുടെ സ്ട്രക്ചർ മാറാൻ നല്ലതാണ്. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് സിമ്പിളാണ്. നേരെ പിടിച്ചിട്ട് 1, 2, 3, 4 ഇങ്ങനെ. ഇത് എല്ലാം തുടങ്ങുമ്പോൾ 5 ചെയ്യുക, പിന്നെ 10 ആക്കുക. ഞാനെല്ലാം 30 ടൈംസാണ് ചെയ്യുന്നത്. ക്ലിയറായിട്ട് ഇവിടുത്തെ പാഡെല്ലാം പോകും, കഴുത്തിൻ്റെ ഇവിടുത്തെ. പിന്നെ ലങ്സ് നേരെ ആകുമ്പോൾ ഓക്സിജൻ കൂടുതൽ കിട്ടും.
എപ്പോഴും തല ഉയർത്തി പിടിച്ച് നടക്കാൻ തുടങ്ങി. കൂനി ചെറിയ കൂനൊക്കെ വന്ന് അതൊക്കെ മാറി. പ്രായമൊന്നും പ്രശ്നമല്ല. നിങ്ങൾക്കറിയാം എൻ്റെ പ്രായത്തിൽ ഐ വിൽ മൈ 65 പ്ലസ് ആണ്. കഴിഞ്ഞ 65 കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. പിന്നെ എൻ്റെ ഭാര്യ എനിക്ക് പറഞ്ഞു തന്നൊരു എക്സസൈസ്, അതെനിക്ക് അയാളോടുള്ള സ്നേഹം കൊണ്ടുകൂടെ ചെയ്യുന്നത്. പക്ഷെ അത് ഹാർട്ട് അറ്റാക്കിനൊക്കെ നല്ലതാണ്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ കാര്യം. വെക്കുക 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 അത് കഴിഞ്ഞിട്ട് 1 2 3 4 5 ഇങ്ങനെ. ഇത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഇങ്ങനെ കൈ പിടിക്കുക. 1 2 3 4 5 6 7 8 9 10 12 13 ഇങ്ങനെ. അത് 100 ടൈംസ് ചെയ്യും. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ 100 ടൈംസ് ചെയ്താൽ ഹാർട്ടിന് ഡയബറ്റിക് കൊണ്ട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകത്തില്ല. അതിനുള്ളൊരു എക്സസൈസ്. പിന്നെ അടുത്തത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഭാഗത്തൊരു ഇത് കിട്ടാൻ വേണ്ടി ഒരു എക്സസൈസാണ്. ഇപ്പോൾ എന്തെങ്കിലും അലാറം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ട് കറങ്ങുക. അത് 5 1 2 3 4 5 ഓക്കെ. അതിനുശേഷം അടുത്ത എക്സസൈസ് നമ്മൾ മുട്ടിന് വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എക്സസൈസ്. എനിക്കറിയാം പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ മുട്ടിന് വേദന വരും. അത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സസൈസാണ്. ഞാനെല്ലാം 3 to 5 ചെയ്യുന്നത്. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് 25 30 ചെയ്യുക. ഇത് ഇങ്ങനെ കുഞ്ഞിയുണ്ട്. എന്നിട്ടിങ്ങനെ മുട്ട് കറക്കുക. 1 2 3 4 5 1 2 3 4 5 ഓക്കെ. അത് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ പൈൽസൊക്കെ ഉണ്ടെങ്കിൽ ചില പൈൽസൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ബട്ടക്സ് മുട്ടുകളെ കറക്കുക. 1 2 3 4 5 തിരിച്ചു അതുപോലെ 1 2 3 4 5 പിന്നെ നമ്മൾ ഈ നടുവൊക്കെ വെട്ടാതിരിക്കാനുള്ള അടുത്ത എക്സസൈസ്. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 അത് 30 ടൈംസ് ആണ്. ആ ഒരു സ്ട്രെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലേക്ക് എടുത്തത്. അത് നമുക്ക് വണ്ടി ഓടിക്കാൻ ആഴ്ചയിൽ പ്രശ്നമൊക്കെ ഉള്ളവർക്ക്, ഡയബറ്റിക്കാർക്ക് കണ്ണിന് വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളാണ്. ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് കൈ രണ്ടിങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് കണ്ണ് കൃഷ്ണമണി മാത്രം ഈ വിരലിൽ പോയിന്റ് ചെയ്ത് നോക്കുകയാണ്. 1 2 3 4 5 അത് 50 ടൈംസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കൈ വെക്കുക. ഈ കൃഷ്ണമണി ഇങ്ങനെ ഈ പുറം കാണത്ത രീതിയിൽ കൂട്ടുക. ഇങ്ങനെ ഒരു സർക്കിളാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് താഴോട്ട് പോയി ഇങ്ങനെ ഉണ്ട്. ഈ നമ്മുടെ ഈ 2 തോടും കാണണം. നമ്മൾ തോടിൻ്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാൾ നടന്നു വരുന്നത് കാണണമെന്ന് ഉദ്ദേശത്തോടെ ഞാൻ നോക്കുന്നു. 10 ടൈംസ് തിരിച്ചും അങ്ങനെ തന്നെ 10 ടൈംസ്. കണ്ണിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് 10 ടൈംസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ പ്രയാസമൊക്കെ മാറിയുമ്പോൾ 25 ചെയ്യും. മറ്റേത് 50 ടൈംസ് ചെയ്യണം. പിന്നെ ഒന്നാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് മെമ്മറി. ഒരു പ്രായം നമുക്ക് മെമ്മറി കുറയാൻ തുടങ്ങും. പക്ഷെ എനിക്ക് എൻ്റെ മെമ്മറിയൊക്കെ വളരെ കൂടിയിട്ടുണ്ടെങ്കിലും എൻ്റെ പേരുകൾ ഓർക്കുന്നതിന് എനിക്കിപ്പോഴും ഇച്ചിരി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പറയാൻ 10,000 പേരൊക്കെ ഓർക്കാം, അല്ലെങ്കിൽ അല്ലാതെ മറന്നു പോകുന്നുണ്ട്.
പരിചയയുടെ കാര്യം ഇതാണ്. കൺഷൻ ഇങ്ങനെ നിൽക്കുക, അത് ഫാസ്റ്റായിട്ട് അടുത്തൊന്നും കാണാൻ തോന്നുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം മാറ്റുന്നുണ്ട്, കണ്ണ് മാത്രം വളരെ ഫാസ്റ്റായിട്ട്. 1 2 3 4 5 അത് 5 എല്ലാം പറയുന്നത് 5 തുടങ്ങുക, 10 ആക്കുക, 50 ആക്കുക. 50 ആണ് ഇത് ഞാൻ ചെയ്യാറ്. ഭയങ്കര സ്പീഡിൽ ചെയ്യും, അപ്പം മെമ്മറി കൂടാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല കാഴ്ചയും കൂടും. രാത്രി വണ്ടി ഓടിക്കുമ്പോൾ തടസ്സമോട് ചെയ്തു ഒരു 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ രാത്രി വണ്ടി ഓടിച്ചു വരും. ഞാനിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണിലേക്ക് വലിച്ച് അടിച്ചാൽ പോലും എനിക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ സൂര്യനെ ഒരു സെക്കൻഡ് നോക്കിയാൽ എനിക്കൊരു കുഴപ്പമില്ല, അത്രയും പവറായി കണ്ണിന്. ഈ 5-6 വർഷമായിട്ട് മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യുക. എല്ലാ 6 മാസം മുന്നേ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ പവർ കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ളത് ആ ലെൻസ് മാറിയിട്ടില്ല, ഫ്രെയിം മാത്രമേ മാറാറുള്ളൂ. 5-8 വർഷമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനി പറയുന്നത് ഞാൻ പച്ചയ്ക്ക് വെച്ച ഇപ്പോൾ പരമാർത്ഥം എനിക്കൊരു കൊമേഴ്ഷ്യൽ പരസ്യമൊന്നും നല്ലത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം, അതിൻ്റെ ഗുണം കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സീരിയസ് എക്സസൈസിലേക്ക് വന്നു. പിന്നെ ചെയ്യുന്നത് നമ്മൾ അത് വളരെ ലെന്തിയായി പോവുകയും ചെയ്യാം. ഇത് ഒരു സ്ട്രക്ചർ, ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാം. അടുത്തത് വേറെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫേസ് ഓഫ് എക്സസൈസ് നോക്കാം. സെക്കൻഡ് കുറച്ചുകൂടെ ഉണ്ട്, അപ്പോൾ അത് ഒത്തിരി ലെന്തിയായി. ഓക്കെ, അപ്പം ബൈ ബൈ. അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്മി സൈമൺ യൂട്യൂബ്. ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ഇത് ഇടുന്നുണ്ട്. ഓക്കെ, ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ. താങ്ക് യു.